ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത് ഈച്ച എന്ന മൂവിയുടെ ബ്ലൂറേ ഡിസ്ക് ആണ്. രണ്ടായിരത്തി 2012 രാജമൗലി ഡയറക്റ്റ് ചെയ്ത ഒരു തെലുഗു ഫാൻറ്റസി ഫിലിമാണ് ഈഗ. ഇത് ബൈലിംഗ്വലായിട്ട്, അതായത് തെലുങ്കിലും തമിഴിലും ഷൂട്ട് ചെയ്ത മൂവിയാണ്. ഇതിൻ്റെ ഒരു ഡബ്ഡ് വെർഷൻ ഉണ്ട്. ഡബ്ഡ് വെർഷൻ ആണ് ഈച്ച. ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത് സമന്ത, കിച്ചു സുദീപ, നാനി എന്നിവരാണ്. പിന്നെ ഏറ്റവും മെയിൻ ക്യാരക്ടർ ഒരു ഈച്ച തന്നെയാണ്. ഈ മൂവിയുടെ ഡ്യൂറേഷൻ വരുന്ന ഏകദേശം 2 മണിക്കൂറും 15 മിനിറ്റുമാണ്. ഈഗ എന്ന ഈ മൂവി 2 നാഷണൽ അവാർഡ്സ് മെയിനായിട്ട് വിൻ ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് ഫീച്ചർ ഫിലിമിലും ബെസ്റ്റ് സ്പെഷ്യൽ എഫക്ട്സിലും. പിന്നെ ഒരുപാട് ഫിലിം ഫെയർ അവാർഡ്സ് എല്ലാം കിട്ടിയ മൂവിയാണിത്. പിന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്പോട്ടിഫൈ എന്ന കമ്പനിയുടെ അണ്ടറിൽ ദ റിംഗർ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. ഇതിൽ ടോപ്പ് 25 മൂവീസ് ഓഫ് ദി ഡിക്കേഡ്, അതായത് 2010 തൊട്ട് 2020 വരെയുള്ള ഫുൾ ഡിക്കേഡിലെ ബെസ്റ്റ് 25 ഫോറിൻ ഫിലിംസ് എവർ മെയ്ഡ്, ഈ ഒരു അച്ചീവ്മെൻറ്റ് കൂടെ ഈ മൂവിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മൂവിയുടെ തെലുഗു ബ്ലൂറേ റിലീസായിരിക്കുന്നത് ആദിത്യ എന്ന കമ്പനിയുടെ അണ്ടറിലാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഇതിൻ്റെ വീഡിയോ ഫുള്ളി ലോസ് ആയിപ്പോയി. അതായത് വളരെ മോശം ഒരു കളർ ഗ്രേഡിങ്ങിൽ ബ്ലാക്ക് ലെവൽസൊക്കെ നല്ല രീതിക്ക് മോശമായിട്ട് ആ ക്ലൈമാക്സ് ഇരുന്ന് കാണാൻ പറ്റാത്ത ലെവലിലാണ് തെലുഗു ബ്ലൂറേ, അതായത് ഇതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിലുള്ള ബ്ലൂറേ റിലീസായിരിക്കുന്നത്. അതേ സമയത്ത് പ്രോപ്പർ ഓഡിയോയും പ്രോപ്പർ വീഡിയോയും വെച്ചിട്ടാണ് ഈ മലയാളം വെർഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ മലയാളം ഓഡിയോയിൽ DTS HD മാസ്റ്റർ ഓഡിയോ 5.1 വെച്ചിട്ടാണ് ഇതിൻ്റെ ഓഡിയോ വരുന്നത്. തെലുഗു ബ്ലൂറേ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരു പഞ്ചി ആയിട്ടുള്ള കളേഴ്സ് ഉള്ള ഒരു കളർ ഗ്രേഡിങ് തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ഓഡിയോ തന്നെയാണ്. അതായത് അത്യാവശ്യം ബേസ് BGMs എല്ലാം നല്ല റിച്ച് ആയിട്ട്, അതായത് നമുക്ക് സോങ്സ് ആയാലും ഈ ഡബ്ഡ് സോങ്സ് ആണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു ഡബ്ബാണെന്ന് തോന്നിക്കാത്ത രീതിയിലുള്ള അത്രയും ക്വാളിറ്റിയോടെയാണ് സൗണ്ട് മാസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ ഡിസ്കിൽ. രാജമൗലി മൂവീസിൻ്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ആവത്തില്ല. അതായത് ഈ മൂവീസിൻ്റെ സ്ക്രീൻ പ്ലേ, ഇതിപ്പം ധീര എടുത്താലും ബാഹുബലി എടുത്താലും ഈശോ എടുത്താലും കുറേ വർഷങ്ങൾ കഴിഞ്ഞും റെലവൻ്റ് ആണ് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. അപ്പോൾ ഇത്രയും അവാർഡ്സും കാര്യങ്ങളെല്ലാം കിട്ടിയ ഈ മൂവിക്ക് ഇതിൻ്റെ ഒറിജിനൽ ഓഡിയോയിൽ ഒരു പ്രോപ്പർ സോഴ്സ് ഇല്ല, അതായത് പ്രോപ്പർ ബ്ലൂറേ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഈ ഡബ്ഡ് ബ്ലൂറേ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല സോഴ്സ്. അപ്പോൾ ഇതൊരു കളക്റ്റിബിൾ ഐറ്റം തന്നെയാണ്. എന്തായാലും ചെക്ക് ഔട്ട് ചെയ്യുക. താങ്ക് യു.